മാനുഫാക്ചറിംഗ് സെക്ടറിനെ കുറിച്ചുള്ള പൊതുവെയുള്ള തെറ്റിദ്ധാരണകൾ. ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് സെക്ടർ അല്ലെങ്കിൽ ഉൽപ്പാദന മേഖല പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ വ്യവസായം അസാധ്യമോ അല്ലെങ്കിൽ അവസാനിച്ചു? കേട്ടറിഞ്ഞ പലതും തെറ്റാണെങ്കിലോ നമുക്ക് സത്യം ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ നിർമ്മാണ മേഖലയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പഴയ ഫാക്ടറികളും പ്രശ്നങ്ങളും ഈ ധാരണകൾ സത്യം മറക്കും. ഇന്ന് ഈ മിഥ്യാധാരണകൾ നമുക്ക് പൊളിച്ചെഴുതാം. കണക്കുകൾ സംസാരിക്കാം. ഒന്നാമത്, ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് സെക്ടർ തകരുന്നു. കേരളത്തിൽ അത് അവസാനിച്ചു. ഇത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് സെക്ടർ GDP-യുടെ 17% സംഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ നിക്ഷേപം ആകർഷിക്കും. കേരളത്തിലോ വെല്ലുവിളികളുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ 2022-23 7.7% വളർച്ച കൈവരിച്ചു. സംരംഭക വർഷം പോലുള്ള സർക്കാർ പദ്ധതികൾ പുതിയ ഊർജം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോജിസ്റ്റിക് മേഖല പുതിയ തലത്തിലേക്ക് മാറുകയാണ്. വിഴിഞ്ഞം പോർട്ട് പോലുള്ള പദ്ധതികൾ, നാഷണൽ ഹൈവേ 66, കേരളത്തിന്റെ തീരാശാപമായിരുന്ന സിറ്റി കണക്ടിവിറ്റി, ലോജിസ്റ്റിക് മേഖല പുതിയ തലത്തിലേക്ക് മാറി. ഏകദേശം പല സ്ഥലങ്ങളിലും ഹൈവേയുടെ പണി വളരെ സ്പീഡിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1-2 വർഷത്തിനുള്ളിൽ അത് പൂർണ്ണമായി കംപ്ലീറ്റ് ആകും. അതെല്ലാം കഴിയലോടുകൂടെ കേരളം ആഗോളതലത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. രണ്ടാമതൊരു തെറ്റിദ്ധാരണ, നിർമ്മാണ ജോലികൾ മോശപ്പെട്ടതും വരുമാനം കുറഞ്ഞതും ഭാവിയില്ലാത്തതുമാണ്. നിർമ്മാണ ജോലി മോശമാണ്, ശമ്പളം കുറവാണ്, ഭാവിയില്ല. സത്യം, ഇത് പഴഞ്ചൻ ചിന്തയാണ്. ഇന്ന് വൈദഗ്ധ്യമുള്ളവർക്ക് മികച്ച ശമ്പളവും വളർച്ചയുമുണ്ട്, ഏത് രംഗത്തായാലും. അതുപോലെ മാനുഫാക്ചറിങ്ങിലുമുണ്ട്. 2022-23 ഇന്ത്യയിൽ 2.2 ലക്ഷം പുതിയ ജോലികളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആധുനിക സുരക്ഷിത ഫാക്ടറികളാണ് നിലവിലുള്ളത്. വളരെ നല്ല തൊഴിൽ സാഹചര്യങ്ങളാണ് പുതിയ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളെല്ലാം തൊഴിലാളികൾക്ക് നൽകുന്നത്. കേരളത്തിലും ഗവേഷണം പോലുള്ള ഉയർന്ന മൂല്യമുള്ള ജോലികൾ ധാരാളമായി. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു തെറ്റിദ്ധാരണയാണ് ഓട്ടോമേഷനും സാങ്കേതിക വിദ്യയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കും. അതായത് ഓട്ടോമേഷൻ വന്നാൽ ജോലി പോകും. സത്യം, പേടിക്കേണ്ട. ഓട്ടോമേഷൻ ചില ജോലികൾ മാറ്റുമെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യലിസ്റ്റുകൾ, ഡാറ്റ അനലിസ്റ്റുകൾ പോലുള്ള പുതിയ ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് തൊഴിൽ നഷ്ടമല്ല, തൊഴിൽ മാറ്റമാണ്. കാലഘട്ടം ടെക്നോളജി മാറുന്നതിനനുസരിച്ച് പല ജോലികളും കാലഹരണപ്പെടും. അതുപോലെ തന്നെ പുതിയ കുറേ ജോലികൾ, നമ്മൾ ഇതുവരെ കാണാത്ത പല മേഖലകളും പല തസ്തികകളും പൊസിഷനുകളും വരും. അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളാണ്. കേരളത്തിലെ കഴിവുള്ളവർക്ക് ഇതൊരു സുവർണാവസരമാണ്. നമ്മൾ എപ്പോഴും അവലോകനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഏതൊക്കെ തൊഴിലിന് ഇനി സാധ്യതയുണ്ട്, വരും നാളുകളിൽ ഏതൊക്കെ തൊഴിൽ ഇവിടുന്ന് എടുത്തൊഴിവാക്കപ്പെടും, പുതിയ എന്തൊക്കെ മേഖലയിൽ തൊഴിൽ തസ്തികകൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് അത് വളരെ സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ്. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തുക എന്നുള്ളത് മാത്രമാണ് അതിനൊക്കെയുള്ള ഒരു പ്രതിവിധി. അടുത്തത്, നാലാമത്തത്, മാനുഫാക്ചറിങ് പരിസ്ഥിതിക്ക് ദോഷകരമാണ്, കേരളത്തിന്റെ പ്രകൃതിക്ക് ഭീഷണിയാണ്. മാനുഫാക്ചറിങ് പരിസ്ഥിതിക്ക് ആപത്ത്, കേരളത്തിന് ഭീഷണി. എന്നാൽ അതിന്റെ സത്യം എന്താണെന്ന് നോക്കാം. എല്ലാ നിർമ്മാണവും അപകടകരമല്ല. പഴയ ചിന്തകൾ മാറ്റി ആധുനിക മാനുഫാക്ചറിങ് ഹരിത സാങ്കേതിക വിദ്യകളാണ് ശ്രദ്ധിക്കുന്നത്. ഇന്ത്യ നെറ്റ് സീറോ ലക്ഷ്യമിടുമ്പോൾ കേരളം സുസ്ഥിര വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രകൃതിയും വ്യവസായവും ഒരുമിച്ച് പോകും. നമുക്ക് ഏത് തരത്തിലുള്ള മാനുഫാക്ചറിങ് രംഗങ്ങൾ, യൂണിറ്റുകൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ പോലുള്ള സംവിധാനങ്ങൾ, സിസ്റ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തുണ്ട്. ഏത് മാനുഫാക്ചറിങ് സെഗ്മെന്റ്, ഓരോ മാനുഫാക്ചറിങ് സെഗ്മെന്റുകളെയും അതിലുപയോഗിക്കുന്ന റോ മെറ്റീരിയലിനും അതിലെ പ്രോസസ്സിങ്ങിന്റെയും ഒക്കെ അനുസരിച്ച് പല കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, റെഡ്. അപ്പോൾ അതിൽ ഓരോ കാറ്റഗറിക്കും ഓരോ തരത്തിലുള്ള ബിസിനസ്സുകൾക്കും അതിന് എന്തൊക്കെ സംവിധാനങ്ങൾ ആ യൂണിറ്റിൽ വേണം, അത് എവിടെയൊക്കെ ആ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി പറ്റും, നിയന്ത്രിത മേഖലകളുണ്ട്, അതിന് സ്പെഷ്യലായിട്ടുള്ള സോണുകളുണ്ട്, ഇൻഡസ്ട്രിയൽ സിറ്റികളുണ്ട് ഓരോ കാറ്റഗറിക്കുമുള്ള. അതുപോലെ ഓരോ കാറ്റഗറിയിലും ഉള്ള യൂണിറ്റുകൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ യൂണിറ്റിൽ ഉണ്ടാവേണ്ട സംവിധാനങ്ങൾ, ഫയർ ആയാലും അതുപോലെ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റുകളാണെങ്കിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ എല്ലാത്തിനും സൊല്യൂഷൻസ് ഇവിടെയുണ്ട്. പിന്നെ പൊതുവെ എല്ലാത്തിനെയും അത് പരിസ്ഥിതി മലിനീകരണം എന്ന് പറഞ്ഞ് കണ്ണടച്ച് ആക്ഷേപിക്കുന്നത് നിർത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം തരണം ചെയ്ത് വളരെ കൃത്യതയോടുകൂടെ, പ്ലാനിങ്ങോടുകൂടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും അതത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, വ്യവസായ വകുപ്പിൻ്റെയും ഒക്കെ ഗൈഡൻസോടുകൂടെ വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് കമ്പനികൾ നമ്മുടെ നാട്ടിൽ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അഞ്ചാമത്തേത്, കേരളം വലിയ നിർമ്മാണങ്ങൾക്ക് അനുയോജ്യമല്ല. കേരളം വലിയ നിർമ്മാണങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല. ഇതിൻ്റെ സത്യം എന്താണെന്ന് നോക്കാം. വെല്ലുവിളികളുണ്ട്, പക്ഷേ കേരളം പൂർണ്ണമായും അനുയോജ്യമല്ലെന്ന് പറയാനാവില്ല.
എല്ലാത്തിനും ഭീമൻ ഫാക്ടറികൾ വേണ്ടല്ലോ. ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ പോലുള്ള വിജ്ഞാനാധിഷ്ഠിത ചെറുകിട വ്യവസായങ്ങൾക്ക് കേരളം മികച്ചതാണ്. സർക്കാർ പിന്തുണയുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ബിസിനസ്സിനും ആ ബിസിനസ്സിന് അനുയോജ്യമായ ആ യൂണിറ്റുകൾക്ക്, ആ ഉൽപ്പാദന യൂണിറ്റ്, മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ അനുകൂലമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി. അതല്ലാതെ നമ്മൾ മൊത്തത്തിൽ പൊതുവെ എല്ലാ ഏരിയയും ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത മേഖലയല്ല. ഓക്കെ, അങ്ങനെ പൊതുവായിട്ട് പറയുന്ന സ്ഥിതി ഉണ്ടാവാതിരിക്കുന്നതാണ് നമുക്കും നമ്മുടെ വികസനത്തിനും പുരോഗതിക്കുമൊക്കെ നല്ലത്. കാഴ്ചപ്പാടുകൾ മാറിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. പൊളിക്കാൻ ഇനിയുമുണ്ടോ മിഥ്യാധാരണകൾ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ, ബെല്ലൈക്കൺ അമർത്തും. അപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും നിർമ്മാണ മേഖലയെ, ഉൽപ്പാദന മേഖലയെക്കുറിച്ചുള്ള പഴയ ധാരണകൾ മാറ്റാം. തകർച്ച, മോശം ജോലി, പരിസ്ഥിതി നാശം, ഇതൊന്നും ഇന്നത്തെ ചിത്രമല്ല. വെല്ലുവിളികൾക്കിടയിലും ഈ മേഖല വളരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നവീകരിക്കുന്നു. സാങ്കേതിക വിദ്യയും സുസ്ഥിരതയുമാണ് ഭാവി. ഈ മാറ്റം തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഇതിനോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഏതൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും നമുക്ക് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പ് ഇന്ന് ഓരോ പഞ്ചായത്ത് തലത്തിൽ വരെ അവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് നമുക്ക് ഇന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഗൈഡൻസ്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസുകളും ഇന്ന് നമുക്ക് മുമ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ പരമാവധി യൂസ് ചെയ്ത്, അതേപോലെ തന്നെ നമ്മൾ എവിടെ തുടങ്ങണം, അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ഓഫീസുകളിൽ നിന്ന് നമുക്കതിൻ്റെ അനുമതികൾ കിട്ടാനുണ്ട്, എന്തൊക്കെ ലൈസൻസുകൾ നമുക്ക് ആവശ്യമുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇന്ന് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. നമുക്കറിയാം, ഏതൊരു യൂണിറ്റ് ആണെങ്കിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനകത്ത് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഓരോ കാറ്റഗറിയിലുള്ള ബിസിനസ്സുകൾക്കും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റിൻ്റെ വളരെ കൃത്യമായ മാസ്റ്റർ പ്ലാനും പദ്ധതികളും ഒക്കെ ആയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള IEC, അതായത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ലൈസൻസ് എടുക്കേണ്ടതുണ്ട്, അതേപോലെ തന്നെ കൺസെൻറ്റ് എടുക്കേണ്ടതുണ്ട്, അതുപോലെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ ICO എടുക്കാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ സഹായിക്കുന്ന എക്സ്പേർട്ടായിട്ടുള്ള കൺസൾട്ടൻറ്റുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ടോ അതല്ലാതെ നമുക്ക് സ്വന്തമായിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും ഇന്ന് ഇവിടെ സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാനുള്ള, അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനുള്ള മനോഭാവം, മൈൻഡ് സെറ്റ് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും നിർമ്മാണ മേഖലയെക്കുറിച്ചുള്ള പഴയ ധാരണകൾ മാറ്റാം. തകർച്ച, മോശം ജോലി, പരിസ്ഥിതി നാശം, ഇതൊന്നും ഇന്നത്തെ ചിത്രമല്ല. വെല്ലുവിളികൾക്കിടയിലും ഈ മേഖല വളരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാങ്കേതിക വിദ്യയും സുസ്ഥിരതയുമാണ് ഭാവി. ഈ മാറ്റം തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവാം. വരും ദിവസങ്ങളിൽ നല്ലൊരു മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോകൾ വരുന്നതാണ്. നാളെ മാനുഫാക്ചറിങ് ബിസിനസ്സിലെ സക്സസ് സ്റ്റോറീസ് വീഡിയോ വരുന്നു. ഒരുപാട് സർപ്രൈസ് ആയിട്ട്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.